ഇനി മമ്മൂക്ക ഇതിന് ഒരു മാപ്പ് പറയുന്നു ആരും വിചാരിക്കണ്ട, മാപ്പ് കോപ്പ് പറയും. ഈ മമ്മൂട്ടി എന്ന നടൻ ചുമ്മാ വലിഞ്ഞു കയറി ചെന്നൊന്നുമല്ല. ഈ വയനാട് ടൗൺഷിപ്പ് എന്ന പദ്ധതിയിലേക്ക് തൻ്റെ വകയായി 38 ലക്ഷം രൂപ സംഭാവന കൊടുത്തിട്ട് ആ ഒരു സൈറ്റ് സന്ദർശനം ചെയ്യാൻ എത്തിയതാണ് മമ്മൂട്ടി. അപ്പോഴേക്കും CPM-ന്റെ ജില്ലാ പ്രസിഡന്റ് വരികയും മമ്മൂട്ടിയുടെ ഒപ്പം കൂടി ഈ CPM-ന്റെ ഒരുപാട് ആൾക്കാരെ കൂടെ ചേർത്ത് ഇതൊരു പാർട്ടി പരിപാടിയാക്കാൻ ശ്രമിക്കുകയുണ്ടായി. മമ്മൂട്ടി ഓരോ വീടുകളും കയറി ഇറങ്ങിയിരുന്നു ഇതിൻ്റെയൊക്കെ പരിപാടി എങ്ങനെയൊക്കെ ആയി എന്നറിയാൻ. അപ്പോഴേക്കും മമ്മൂട്ടിയുടെ കൂടെ വന്ന ആൾക്കാരെ എല്ലാം മാറ്റി നിർത്തി ഇതൊരു പാർട്ടി പരിപാടിയാക്കി മാറ്റാൻ, അതായത് മമ്മൂട്ടീനെ ആ സ്ഥലത്ത് കൊണ്ടുവന്നത് ഈ പാർട്ടി പ്രവർത്തകരാണ് എന്ന് മാറ്റി തീർക്കാൻ വേണ്ടി CPM-ന്റെ ചില നേതാക്കന്മാർ അവിടെ കരുതി കൂട്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം, ചിലപ്പോൾ മനഃപൂർവ്വമല്ലാതിരുന്നിരിക്കാം. ഈ മമ്മൂട്ടി എന്ന നടൻ ഈ വയനാട് എത്തി ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാണ് ഈ ഒരു ടൗൺഷിപ്പിലേക്ക് പ്രവേശിച്ചത്. കാരണം അവിടുത്തെ ജനങ്ങളും അവിടുത്തെ പാർട്ടി പ്രവർത്തകരുമെല്ലാം ഒഴിഞ്ഞു പോയതിനു ശേഷം സ്വതന്ത്രമായി വരാനായിരുന്നു ഈ മമ്മൂട്ടി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ഈ ന്യൂസ് സ്പ്രെഡായി ഈ പാർട്ടിക്കാരുടെ ചെവിയിലെത്തി. അങ്ങനെ മമ്മൂട്ടി അതിൻ്റെ അകത്തേക്ക് കാല് വെച്ചെടുത്തപ്പോഴത്തേനും പാർട്ടിക്കാർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒഴുകി അങ്ങ് എത്തി മറ്റുള്ള ആൾക്കാരെല്ലാം തട്ടിമാറ്റി. ഇത് പാർട്ടിക്കാരുടെ പരിപാടി പോലെ മമ്മൂട്ടിയെ മുൻനിർത്തി ഈ ഇലക്ഷനൊക്കെ ജാഥ കാണത്തില്ല, അന്നേരം ഓരോ സെലിബ്രിറ്റീസിനെയൊക്കെ മുന്നിൽ കൊണ്ടുവരുന്നത് ആ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങനെ ഒരു പരിപാടിയാക്കി മാറ്റാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോഴത്തേനുമാണ് മമ്മൂക്ക അവരോട് കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് ഓർക്കും, ഞാനൊരു പാർട്ടി പ്രവർത്തകനോ ഒന്നുമല്ല. അങ്ങനെയൊക്കെയാണ് മമ്മൂക്ക പറഞ്ഞത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്തകളെല്ലാം പ്രചരിച്ച് മറ്റ് പാർട്ടി പ്രവർത്തകർ ഇതിനെ വളച്ചൊടുക്കുകയുണ്ടായി. ആദ്യമേ ഇത് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാരും BJP-ക്കാരുമാണ്. കാരണം അവർക്ക് കിട്ടിയ ചെറിയൊരു ചൂണ്ടക്കമ്പാണ് ഇത്. അവർ ഊതി വീർപ്പിച്ചെങ്കിൽ മാത്രമേ ഈ CPM-ന്റെ ജില്ലാ പ്രസിഡന്റിനെ താറടിച്ച് കാണിക്കാൻ പറ്റുകയുള്ളായിരുന്നുള്ളൂ. അതിനുവേണ്ടി ഇവരെ ഊതി വെറുപ്പിച്ച് കാണിച്ചു. അന്നേരത്തേനും CPM-ന്റെ ചില അണികൾക്ക് ഇത് കുരുപൊട്ടാൻ തുടങ്ങി. അപ്പോൾ അണികൾ ഇതങ്ങ് ഏറ്റെടുത്ത് മമ്മൂട്ടിയെ ഭയങ്കര രീതിയിൽ താറടിച്ചങ്ങ് കാണിച്ചു. ഭയങ്കര പ്രക്ഷോഭങ്ങൾ ഈ മമ്മൂട്ടിക്കെതിരെ തന്നെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ അണികൾ ഇതൊന്നും പറയുന്നില്ല. അണികൾ അവിടെ ഇവിടെ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് തെറി പറഞ്ഞൊക്കെ നടക്കുന്നു. പക്ഷേ ഈ ജില്ലാ പ്രസിഡന്റിനെ മമ്മൂട്ടി നേരിട്ട് വിളിച്ച് വീഡിയോ കോൾ വഴി കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ശാന്തമാക്കി വിട്ടു. അവർക്ക് ഒരു വിഷയമില്ല. അപ്പോൾ വിഷയം മൊത്തം ഈ അണികൾക്കാണ്. പക്ഷേ ഇന്ന് വരുന്നൊരു വാർത്ത, മമ്മൂട്ടിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് മമ്മൂക്കയുടെ വീട്ടിൽ നിന്നും കക്കൂസ് മാലിന്യം തള്ളിയെന്ന് പറഞ്ഞ് ഒരാൾ പരാതി കൊടുക്കുന്നു. ആ ആളും CPM-ന്റെ അനുഭാവി തന്നെ. അപ്പോൾ ഈ നേതാക്കന്മാർ ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഈ വക പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ അണികളാണ് എനിക്ക് തോന്നുന്നത്, ഈ വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത അണികൾ കാട്ടിക്കൂട്ടുന്ന വെറും കോപ്രായങ്ങളാകാനാണ് സാധ്യത. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും ജനങ്ങൾക്ക് ഇവിടെ നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങൾക്കറിയാം മമ്മൂക്ക എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്താണ് പറഞ്ഞതെന്നും. അത് വിവരമില്ലാത്ത കുറച്ച് ആൾക്കാർ ചേർന്ന് വളച്ചൊടിച്ചാൽ മമ്മൂട്ടിയുടെ ഇമേജ് ഒന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഈ ഫേസ്ബുക്കിൽ മാത്രമേ ഇങ്ങനെ നെഗറ്റിവിറ്റി പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. കാരണം ഫേസ്ബുക്കിൻ്റെ ഒരു ഗ്രാഫ് ഇപ്പോൾ പോകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഫേസ്ബുക്ക് കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇനി മമ്മൂക്ക ഇതിന് ഒരു മാപ്പ് പറയുന്നു ആരും വിചാരിക്കേണ്ട, മാപ്പ് കോപ്പ് പറയും.